ഇലക്ഷൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ കക്ഷികളും രാഷ്ട്രീയ കക്ഷികളും പരസ്പരം ചെളിവാരി എറിയുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ഓരോ അബദ്ധങ്ങൾ വിളിച്ചുകൂവുന്ന മുഖ്യമന്ത്രി പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിക്കുന്നത് ഒരു പുതുമയല്ലാതായിരിക്കുന്നു. ഏറ്റവും പുതുമയുള്ളത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും 24 മണിക്കൂറിൽ ഏത് സമയത്തും എവിടെയും താൻ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഒപ്പം മുഖ്യമന്ത്രിയെ കാപട്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇരട്ടത്താപ്പും അടിക്കടിയുള്ള വാക്കുമാറ്റലും മുഖ്യമന്ത്രിയുടെ വളരെ മോശമായ പെരുമാറ്റവുമെല്ലാം വളരെ നിശിതമായി വിമർശിക്കുകയാണ് വി.ഡി. സതീശൻ. സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. അദ്ദേഹം അത് പൂർണ്ണമായ അർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോ വേണമെങ്കിലും തയ്യാറാണ്. 24 മണിക്കൂർ നോട്ടീസ് മതി, ഞാൻ അവിടെ എത്തിക്കോളാം അദ്ദേഹമായിട്ട് സംവാദം നടത്താം. പിന്നെ നിയമസഭ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നന്നായി ഈ ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം ശബരിമല വിഷയത്തിലാണ് ഞങ്ങൾ സമരം ചെയ്തത്. ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുത്ത നോട്ടീസിന് അനുമതി ലഭിച്ചില്ല. ഗവൺമെന്റ് അതിന് തയ്യാറായിരുന്നില്ല. അത് കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. അതുകൊണ്ട് ശബരിമല വിഷയം നിയമസഭയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സർക്കാരും സ്പീക്കറും എടുത്തു. അതിനെ തുടർന്നാണ് ഞങ്ങൾ സമരം ചെയ്തത്. അവരെ അനുവദിച്ചില്ല. മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലൈഫ് പദ്ധതിയെ പറ്റി പറഞ്ഞത് യമണ്ടൻ കള്ളമാണെന്ന് പറഞ്ഞു. 4,43,000. അദ്ദേഹം ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,000 വീട് വെച്ചെന്ന. ഞാൻ ഇന്നലെ മന്ത്രിമാരുടെ റിപ്ലൈ അടക്കം, മന്ത്രിമാര് നിയമസഭയിൽ തന്ന റിപ്ലൈ അടക്കം അതിന്റെ മുഴുവൻ തെളിവുകളും ഹാജരാക്കി. ഇന്ന് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, ഇന്ന് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? യമണ്ടൻ നുണ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. 2011 മുതൽ 2016 വരെ കേവലം 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് യമണ്ടൻ നുണ. അത് അല്ല എന്നും 4,43,000 വീട് പണിതു എന്നും ഞങ്ങള് രേഖകൾ കൊണ്ട് തെളിയിച്ചപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹത്തിനിപ്പോ അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഏറ്റവും രസകരമായ കാര്യം, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ കേരളം മുഴുവൻ കോളിളക്കമുണ്ടാക്കിയ CPM, LDF ഇപ്പോ SDPIയുടെ പിന്തുണയെക്കുറിച്ച് മിണ്ടുന്നില്ല. SDPIയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രി ചൂടാവുകയാണ്. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചൂടായില്ലല്ലോ. ഞാൻ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 4 പതിറ്റാണ്ട് കാലം അവരുടെ മാതൃസംഘടന LDFന്റെ കൂടെയായിരുന്നു. അന്ന് അവര് മതേതരവാദികളെന്നാണ് ഇവര് വിശേഷിപ്പിച്ചത്. അവര് ഞങ്ങൾക്ക് പിന്തുണ തന്നപ്പോൾ അവരെ വർഗീയവാദികളാക്കി. ഇനി SDPI മതേതരവാദികളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ? ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. നിങ്ങൾ മതേതരവാദികളാണ്, നിങ്ങൾ മതേതരത്വം മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറ. എന്താ SDPI പറഞ്ഞത്? പാർലമെന്റ് ഇലക്ഷന് പിന്തുണ നൽകിയപ്പോൾ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ധൈര്യം കാട്ടിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണിയാണ് UDF. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണി. നിങ്ങളുടെ പിന്തുണ വേണ്ട. കാരണം ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ ശക്തിയായി എതിർക്കും എന്നത് ഞങ്ങളുടെ നിലപാടാണ്. ഏതെങ്കിലും ഒരു മുന്നണിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 പരസ്യമായി ഞങ്ങൾ പറഞ്ഞു വേണ്ട. ഇപ്പൊ അവർക്കുള്ള പരാതി അതാണ്. അതായത് അവരെന്നെ മാത്രമാണ് പറയുന്നത്, എല്ലാവരും എന്നെ മാത്രമാണല്ലോ പറയുന്നത്. വി.ഡി. സതീശനാണ് കുഴപ്പം, വി.ഡി. സതീശനാണ് SDPIയുടെ പിന്തുണ വേണ്ടെന്ന്. വി.ഡി. സതീശൻ മാത്രമല്ല, കോൺഗ്രസും UDF ഒരുമിച്ചാണ് പറഞ്ഞത്.
ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പിന്തുണ വേണ്ട, കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് പിന്തുണ തന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പൊ ഇത്രയും മതേതരത്വം പ്രസംഗിച്ച് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടെന്ന് പറഞ്ഞ് UDF ഉണ്ടെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കോളിലൊക്കെ ഉണ്ടാക്കി ഒരു രഹസ്യമായി SDP ആയിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടാവാണ്, പൊട്ടിത്തെറിക്കുകയാണ്. SDP ചോദിക്കാനാ പറഞ്ഞത്. SDP അല്ല ചോദിക്കേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ SDP പിന്തുണ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ SDP പിന്തുണ വേണ്ട, അത്തരം ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് ഉറച്ചു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല, ധൈര്യമില്ല. നിങ്ങൾ ഇതെല്ലാം പരസ്യമായിട്ട് പറയുകയും രഹസ്യമായി RSSുമായി ഡീൽ ചെയ്യുകയും ഒരു വശത്ത്, മറുവശത്ത് SDP ഡീൽ ചെയ്യുന്നു. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾക്ക് അധികാരം നിലനിർത്തണം. അധികാരം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് ഹീനമായ മാർഗത്തിലൂടെയും അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമത്തെ ഞങ്ങൾ പൊളിച്ചെടുക്കും. കേരളത്തിലെ ജനങ്ങൾ പൊളിച്ചെടുക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഏത് വികസന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തോ, ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്തോ, ഞങ്ങൾ തയ്യാറാണ്. ഏത് വിഷയം, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള കൃത്യമായി എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം UDF കൃത്യമായ പരിപാടികളുമായി വന്ന് ഞങ്ങൾ കേരളത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ കാപട്യം, ഈ കേരളത്തിലെ ഏറ്റവും വലിയ കാപട്യമുള്ള രാഷ്ട്രീയ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. കാപട്യമാണ് ഇത് മുഴുവൻ, ഹിപ്പോക്രസിയാണ്. ഒന്ന് പുറത്തു പറയുക, മറ്റത് വേറൊന്ന് ചെയ്യുക. അദ്ദേഹം ചെയ്യുന്നതും പ്രവൃത്തിയും പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവും. ഇതിനു മുമ്പ് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി, ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. എന്നിട്ട് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും ഹാജരാക്കി, ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അതിനുശേഷം RSSുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ RSSുമായിട്ട് ബന്ധം ചില സമയത്ത് ഉണ്ടായിരുന്നു, ചില സമയത്ത് ഇല്ലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കൂടി ഹാജരാക്കി. ശരിയല്ലേ? 2013 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ, ഒരു വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞു ഈ പാർട്ടി സെക്രട്ടറിയായ മുഖ്യമന്ത്രി. ഇല്ലേ? ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കിയില്ല ഉമ്മൻചാണ്ടി, രാജി ചോദിച്ചു വാങ്ങി. ഇന്ന് അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഇപ്പോ ഉണ്ടായി, ഇല്ലേ? ഇപ്പോഴുണ്ടായില്ല, അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഉണ്ടായില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? അത് കുടുംബ പ്രശ്നമാണ്. ഇത്രയും ഇരട്ടത്താപ്പ് വേറെ ആർക്കാണുള്ളത്? അപ്പൊ അത് കുടുംബ പ്രശ്നം. ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ചവിട്ടി പുറത്താക്കിയോ ഗണേഷ് കുമാറിനെ? അന്ന് പറഞ്ഞ വാചകം ചവിട്ടി പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല, കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. അന്നുണ്ടായതിനേക്കാൾ രൂക്ഷമായി അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് പരാതി പറഞ്ഞത്, അല്ലേ? പരസ്യമായിട്ട് അവര് വന്ന് പരാതി പറഞ്ഞ കേസിൽ അദ്ദേഹം മാറി. ഇരട്ടത്താപ്പാണ്. അന്നൊരു താപ്പ്, ഇന്നൊരു. അന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്താ അറിയോ? കടലിലിട്ടാൽ കടലും നാറും. ഗണേഷ് കുമാറിനെ കുറിച്ച് ഇവരെയൊക്കെ കൊണ്ടുപോയി ചുമന്ന് കടലിലിട്ടാൽ കടലും നാറിപ്പോവും എന്ന്. ഇപ്പൊ നാറുന്നില്ലേ? കൂട്ടത്തിൽ വെക്കുമ്പോ നാറുന്നില്ലേ? ഇവരെന്തും പറയും, പരസ്പര ബന്ധമില്ലാത്ത പറയും. പണ്ട് പറഞ്ഞതല്ല ഇപ്പൊ പറയുന്നത്. അതുപോലെ കാപട്യമാണ്. കാപട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പ്രവർത്തിക്കുന്നതും പറയുന്നതും രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ വെൽഫെയർ പാർട്ടി ചില മണ്ഡലങ്ങളിലൊക്കെ CPM-നെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ചില BJP ശക്തി അതെനിക്കറിയില്ല. അവര് പരസ്യമായിട്ട് അവരൊരു പ്രസ്താവന UDF-നെ പിന്തുണയ്ക്കുമെന്നാണ് കണ്ടത്. കഴിഞ്ഞ ഇലക്ഷനും ഉണ്ടായിരുന്നു, നിലമ്പൂർ ഇലക്ഷനും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടി ഏതെങ്കിലും സീറ്റിൽ LDF-നെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ LDF അത് തള്ളിപ്പറയണ്ടേ? കഴിഞ്ഞ 5-6 മാസമായിട്ട് ഈ പിണറായി വിജയനും CPM നേതാക്കളും ഈ വെൽഫെയർ പാർട്ടിയുടെ പേര് പറഞ്ഞ് എന്തൊരു വർഗീയതയാണ് കേരളത്തിൽ അയച്ചുവിട്ടത്. അപ്പൊ ഇപ്പൊ ആ പിന്തുണ വേണ്ടെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? എല്ലാ പ്രസംഗങ്ങളിലും, എല്ലാ LDF നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും ഈ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തതിനെ പറ്റിയല്ലേ? PDP പിന്തുണ കൊടുത്തല്ലോ. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കൊന്നും അതൊന്നൊരു പ്രശ്നമല്ല. PDP ഭയങ്കര മതേതര പാർട്ടിയാണല്ലോ. PDP LDF-ന് പിന്തുണ കൊടുത്തതിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ലല്ലോ. SDP-യുടെ കാര്യം പറഞ്ഞല്ലോ. SDP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് K മുരളീധരൻ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു SDP-യുടെ വോട്ട് സ്വീകരിക്കുന്നു പറയുകയും ചെയ്തു.
UDF കൂടി തീരുമാനമെടുത്ത് SDPIയുടെ പിന്തുണ ഒരു കാരണവശാലും ആവശ്യമില്ല, അത് നിരസിക്കുന്നു എന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ആളാ ഞാൻ ഇറക്കിയത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അല്ലല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലാണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ബൈറ്റ് എടുത്തത്. അതൊക്കെ നിങ്ങൾ പോയി പറഞ്ഞു. കെ മുരളീധരൻ അല്ലല്ലോ തീരുമാനം എടുക്കുന്നത് UDF ആണ്. UDF മുഴുവൻ മുസ്ലിം ലീഗ് അടക്കമുള്ള മുഴുവൻ കക്ഷികളും ചേർന്ന് UDFന്റെ തീരുമാനമാണ്. ആ തീരുമാനം അത് പിന്നെ എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ നിലപാടല്ലേ ആ നിലപാടല്ലേ നിൽക്കുന്നത്, ആ നിലപാട് നിൽക്കല്ലേ. എന്താ എല്ലാ ദിവസവും ചോദിക്കുന്നത്? നിങ്ങളിതൊന്നും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കൊന്നും ഒരു ചോദ്യം ചോദിക്കാൻ മുഖ്യമന്ത്രി എടുത്ത അവസരമില്ലല്ലോ. ഈ ദേശാഭിമാനിക്കാർക്കും കൈരളിക്കാർക്കും അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്ന് കണ്ടില്ലേ, ചോദിച്ച ആൾക്കിട്ട് കിട്ടിയത് കണ്ടില്ലേ? ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുന്ന അല്ലല്ല, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളതല്ല ഈ പറഞ്ഞ കാര്യം എന്തിനാ വീണ്ടും പറയണത്? അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോ ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ വി ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. എഴുതി തരുവാണ് ചെയ്തത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്. കേൾക്ക് ഞങ്ങൾ എഴുതി തയ്യാറാക്കി തരുവാണ് സ്റ്റേറ്റ്മെന്റ് വന്ന് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട്. അതൊന്നും ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല, നിങ്ങൾ ആരും ആഘോഷിച്ചില്ല. നിങ്ങളൊക്കെ അത് ഏതാണ്ട് ഇതാക്കി പോയിട്ട് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോ എല്ലാവരും കൂടി എന്തൊരു ആഘോഷമായിരുന്നു. ഈ മുഖ്യമന്ത്രി എന്തായിരുന്നു 5-6 മാസമായിട്ട് എവിടെ പോയിട്ടാണ് നിൽക്കുന്നത്? അത് എവിടെ പോയി നിൽക്കുന്നു? എവിടെ പോയി നിൽക്കുന്നു? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സംവാദം എന്ന് പറയുന്നത് വികസനത്തെ കുറിച്ചാണ്, അതോ വിവാദ വിഷയങ്ങളാണ്? നിങ്ങളിതൊന്നും വായിക്കാറില്ലേ? പറയുന്നതൊന്നും മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രിയാണിത്. വികസനത്തിന്റെ സംവാദം വേണം, വികസന കാര്യങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് ഞാൻ തയ്യാറാണ്. ഇനി വികസന കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ഈ പറയുന്ന ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയായിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം ഇന്ന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആരും പറയും. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഒരു കണ്ടീഷനില്ല, എനിക്ക് ഒരു കണ്ടീഷനില്ല. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ എത്തിയിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. എനിക്കതൊരു പ്രിവിലേജാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് സംവാദം നടത്താന്ന് വെച്ചാൽ ഐ എം വെരി മച്ച് പ്രിവിലേജ് ടു ഹാവ് എ ഡിബേറ്റ് വിത്ത് ഹിം. ഇവിടെ ചോദിക്കട്ടെ, നിങ്ങൾ മാത്രം ചോദിക്കല്ലേ, ഇവിടെ ചോദിക്കട്ടെ. അല്ലല്ല, ചോദിച്ചോ. 3 ചോദ്യം ചോദിച്ചു. ഞങ്ങള് ഒരു സ്റ്റാൻഡിലാണ്, ആ സ്റ്റാൻഡ് ക്ലിയർ ആണ്. അല്ലല്ല, അത് ഞാനല്ലല്ലോ. UDF എടുത്താൽ നിങ്ങൾ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളുകളോട് കുത്തി ഇങ്ങനെ വർത്താനം ചോദിക്കാൻ പാടില്ല. നിങ്ങൾ UDF ഹാസ് ടേക്കൺ എ വെരി സ്ട്രോങ് സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ നേരത്തെ അറിയാല്ല, വെറുതെ എന്തിനാ എല്ലാ ദിവസവും അത് ചോദിക്കുന്നു? രാവിലെയും ചോദിക്കും, ഉച്ചയ്ക്കും ചോദിക്കും. ഒരു സ്റ്റാൻഡ് എടുത്ത് എഴുതി ഞങ്ങൾ തന്നില്ലേ? അല്ലേ ഉരുണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിക്ക് അത് ചോദിച്ചപ്പോ ഞങ്ങള് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ SDPക്കാരോട് ചോദിക്കും, വെൽഫെയർ പാർട്ടിക്കാരോട് പോയി ചോദിക്കൂ എന്നൊന്നും അല്ലല്ലോ ഞങ്ങൾ മറുപടി പറഞ്ഞത്. ക്ലാരിറ്റിയോടുകൂടിയാണ് മറുപടി പറഞ്ഞത്. ക്ലാരിറ്റി, അതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി എന്തിനാ? ഇതൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശന് പറയാനുള്ളതും വെല്ലുവിളിക്കാനുള്ളതും. ഈ ചോദ്യങ്ങൾക്കും ഈ വെല്ലുവിളിയുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുമോ എന്ന് കണ്ടറിയണം. കാരണം BJPക്കാരും കോൺഗ്രസ്സുകാരുമൊക്കെ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമോ ആവുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം.